നിയമസഭാ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് ഇതുവരെ നിഷേധിക്കപ്പെടുന്ന ശബ്ദത്തിന് ഷാനിമോൾ ഉസ്മാൻ വഴി തുറക്കുന്നു. ബജറ്റിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ പതിവ് ശൈലികൾ തെറ്റിച്ചുകൊണ്ട് നിയമസഭയെ വിസ്മയിപ്പിക്കുന്ന ആക്രമണ ശൈലിയിലായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ സംസാരിച്ചത്. പാനലിൽ ഇരിക്കുകയോ നന്ദിപ്രമേയം പൈലറ്റ് ചെയ്യുകയോ മാത്രം ചെയ്യുന്ന കേവലം ഒരു അലങ്കാര പദവിയല്ല ഡെപ്യൂട്ടി സ്പീക്കറുടേതെന്ന് അവർ സഭയിൽ തെളിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച സ്ട്രൈക്കറെ പോലെയായിരുന്നു ഷാനിമോളുടെ ഓരോ വാക്കുകളും നിയമസഭയിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഹോട്ടൽ മുറിയിലേക്ക് ഇരച്ചുകയറിയ പോലീസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ അന്നേ വേണ്ടതായിരുന്നുവെന്ന ആക്ഷേപഹാസ്യം സഭയിൽ ചിരിയും ഗൗരവവും പടർത്തി. പിന്നീട് തന്റെ മണ്ഡലമായ അരൂരിലേക്ക് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യവുമായി സൂപ്പർ കിക്ക്. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സഭയെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചുകൊണ്ട് ഷാനിമോളുടെ ഗോളടി ഇങ്ങനെ: ഡെപ്യൂട്ടി സ്പീക്കർക്കും സബ്മിഷനുകളും ചോദ്യങ്ങളും ചോദിക്കാൻ അവസരം വേണമെന്ന ചരിത്രപരമായ ആവശ്യം മുന്നോട്ട് വെച്ചു. ഒരു ഡെപ്യൂട്ടി സ്പീക്കർക്ക് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടരുതെന്ന അവരുടെ വാദം സഭയുടെ പൊതുവികാരമായി മാറി. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഈ ആവശ്യത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും പിന്തുണച്ചു. ചട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സംസാരിക്കുന്നതിന് വിലക്കില്ലെന്നും അത് വെറും കീഴ്വഴക്കം മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ ഷാനിമോളുടെ വാദത്തിന് നിയമപരമായ സാധുത കൈവന്നു. ഇതോടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ മൗനം ഇനി ചരിത്രമാകുമെന്ന് ഉറപ്പായി ഈ ആവശ്യത്തെ സഭയുടെ പൊതുവികാരമായി കാണുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉറപ്പു നൽകിയതോടെ കേരള നിയമസഭ പുതിയൊരു കീഴ്വഴക്കത്തിലേക്ക് കടക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്കും ഇനി നിയമസഭയിൽ ശബ്ദിക്കാമെന്ന സ്ഥിതി വരും. താമസിയാതെ സ്പീക്കർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം നടത്തും. ഷാനിമോൾ ഉസ്മാൻ നടത്തിയ ഇടപെടൽ ഇനി വരുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്കും തങ്ങളുടെ മണ്ഡലത്തിന്റെ വികാരം സഭയിൽ മുഴക്കാൻ കരുത്തു നൽകുന്നതാണ്. ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: സർ, ഈ സഭയിലെ ദീർഘകാലം MLA-യും മന്ത്രിയും അതിനുമപ്പുറം കേരള ചരിത്രത്തിലെ തന്നെ വിപ്ലവ നായികയായിട്ടുള്ള ഗൗരി അമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം അരൂരിൽ നിർമ്മിക്കുന്നതിന് ബഡ്ജറ്റിൽ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രം പോലെയുള്ള ഒരു ഗൗരിയമ്മ സ്മാരകത്തിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം അരൂരായിരിക്കും സാർ. ഒരു ബസ് സ്റ്റാൻഡ് കൂടി തരുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഞാൻ വയ്ക്കുകയാണ്. ഏറ്റവും അവസാനം, ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല സാർ, എന്നെ ഈ സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സഭ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, വിശ്വാസം അത് പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ നൽകുകയാണ്. ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്റെ ശ്രദ്ധയിലേക്ക് ഒരു പ്രത്യേക കാര്യം കൊണ്ടുവരികയാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ ഒന്നും ഇവിടെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് അനുവദിക്കുന്നില്ല. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ബഡ്ജറ്റ് ചർച്ചയിൽ ചർച്ച പൈലറ്റ് ചെയ്യാനുള്ള അവസരം ഡെപ്യൂട്ടി സ്പീക്കർക്കുണ്ട്. ഇനി വരാൻ പോകുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്കടക്കം ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്നുകൂടി കരുതിയാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. ഗൗരവമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് സഭയുടെ കീഴ്വഴക്കങ്ങളും പാരമ്പര്യവുമെല്ലാം പരിപൂർണമായി ബഹുമാനിച്ചുകൊണ്ട് അങ്ങേ പോലെ ഒരാള് ഈ സഭാധ്യക്ഷരായി ഇരിക്കുമ്പോഴാണ് ഇത് പറയാൻ കഴിയുന്നത്. കാരണം ഇത് അംഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചും ജനകീയനും നിയമജ്ഞാനിയുമായിട്ടുള്ള അങ്ങ് ഈ സഭാധ്യക്ഷനായിരിക്കുമ്പോൾ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സകല മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ട് ഇത്രയും മികച്ച ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു, അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നു. താങ്ക് യു വെരി മച്ച്.